എപ്പോഴും സന്തോഷമായിട്ടിരിക്കാന്ന് വിചാരിക്കാം. നല്ല രസമായിരിക്കില്ലേ അത്? ഒരു ടെൻഷനില്ല, സങ്കടമില്ല, ആകെ മൊത്തം ഒരു എനർജി ലെവലും ഒരു കോൺഫിഡൻസും ഫുൾ സന്തോഷവും. അത് അത്രക്ക് നല്ലതാണോ? മനുഷ്യന്റെ ഏറ്റവും നോർമൽ ആയിട്ടുള്ള അവസ്ഥയെയാണ് നമ്മൾ യുത്തീമിയ എന്ന് പറയുന്നത്. അതായത് സന്തോഷം വരുമ്പോ സന്തോഷിക്കുന്നതും വിഷമം വരുമ്പോ സങ്കടപ്പെടുന്നതും. എന്തെങ്കിലും ഒരു ആക്സിഡന്റിനെ കുറിച്ച് നമ്മൾ കേൾക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് വിഷമം വരുന്നത് പോലെ തന്നെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ സന്തോഷപ്പെടുന്നു. നമ്മുടെ ബോഡിയിലെ ഡോപമിൻ, സെറട്ടോണിൻ സെക്രീഷൻസിലുള്ള ഫ്ലക്ച്വേഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് സിറ്റുവേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ഇമോഷൻസ് വരുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ അത് പല രീതിയിലും ബാധിച്ചേക്കാം. നമ്മളിപ്പോ ഒരു പാർട്ടിക്ക് പോവാണ്, അപ്പൊ നമ്മുടെ പാർട്ടി മോഡായിരിക്കും ഓൺ. ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ പോയിട്ട് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ തന്നെ ഹോൾഡ് ചെയ്യാൻ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ടും ലോജിക്കൽ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്, ആൾക്കാരോട് സംസാരിക്കുക, അതെല്ലാം വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു ഇൻക്രീസ്ഡ് എനർജി, കോൺഫിഡൻസ്, ഇതിനൊക്കെയാണ് നമ്മൾ ഹൈപ്പോമേനിയ എന്ന് പറയുന്നത്. ഒരു ഹൈപ്പോമേനിക് ആയിട്ടുള്ള ഒരാൾക്ക് വളരെയധികം ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഐഡിയാസും അത് വളരെയധികം ഒരു കോൺഫിഡൻസ് ലെവലിലൂടെ ആയിരിക്കും അവരതിനെ കുറിച്ച് സംസാരിക്കാൻ. അപ്പൊ ഓരോന്നിനും പറഞ്ഞ് ഓരോന്നായി അവർ ഇമ്പൾസീവ്ലി ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കുന്നു. ഇതിലൂടെ കടന്നു പോകുന്ന ആളുകൾ പല രീതിയിലുള്ള ബിസിനസ് സ്റ്റാർട്ടപ്സോ അല്ലെങ്കിൽ വെഞ്ചേഴ്സോ ഒരു പ്ലാനിങ് ഇല്ലാതെ തുടങ്ങുകയും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ്, ഡേഞ്ചറസ് ആയിട്ടുള്ള മൂഡ് ബേസ്ഡ് ഡെസിഷൻസും അവർ ഇതിലെടുക്കുന്നു. അങ്ങനെ ഇതൊരു നാശനഷ്ടത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ പോലും അവർക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഒരു ഇൻസൈറ്റോ ഒരു അവയർനെസ്സോ അവർക്ക് ഉണ്ടാവില്ല. ഐ എം സമ്മൺ സ്പെഷ്യൽ അല്ലെങ്കിൽ ഐ എം സമ്മൺ പവർഫുൾ എന്നുള്ള രീതിയിലുള്ള ചിന്തകളായിരിക്കും അവർക്ക് അപ്പോൾ ഉണ്ടാവുന്നത്. ഇത് ട്രീറ്റ് ചെയ്യാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു ഫുൾ ബ്ലോൺ മേനിക് കണ്ടീഷനിലോട്ട് എത്താനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പൊ ഇതിലൂടെ അതായത് ഹൈപ്പോമേനിക് ആയിട്ടുള്ള ഒരാൾക്കും അതുപോലെ തന്നെ ആളുടെ ചുറ്റുമുള്ള ആളുകൾക്കും, അതിപ്പോ ഫാമിലി മെമ്പേഴ്സ് ആവാം, ഫ്രണ്ട്സ് ആവാം, ആരാണോ ആളുടെ ഉള്ളത് അവർക്കൊരു ഇൻസൈറ്റും അവയർനെസ്സും കൊടുക്കാൻ ഒരു സൈക്കോളജിസ്റ്റിന് സാധിക്കും. ഓർക്കുക, നിങ്ങളെ കേൾക്കാനും മനസ്സിലാക്കാനും ഞങ്ങൾ